നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് എനിക്കറിയാം. അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. ഇവിടെ ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന യേശുവേ ആരാധന. സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന ആരാധന. യോഹന്നാന്റെ സുവിശേഷം 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈശ്വരനെ അന്വേഷിക്കുന്ന ആൾക്കാരെ രണ്ട് തരത്തിൽ തിരിക്കാൻ പറ്റും. എന്താണ്? ഒന്ന്, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ട് അടയാളം. അപ്പം അവിടുത്തെ അടയാളം എന്ന് പറയുന്നത് അപ്പം ഭക്ഷിക്കുന്നതല്ല, ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം എന്ന രീതിയിലാണ്, നിത്യതയുടെ അടയാളമാണ്. ഈശോ കാണിക്കുന്ന അത്ഭുതങ്ങളെല്ലാം നിത്യതയുടെ മുന്നാസ്വാദനങ്ങളാണ്. അതുകൊണ്ടാണ് പറയണത്, പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെ അല്ല ഈ അപ്പമെന്ന്. ഈ അപ്പം ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കുമെന്നാണ്. അത് ഏതപ്പത്തെക്കുറിച്ചാണ് പറയണത്? കർത്താവ് ഭാഗിച്ചു കൊടുത്ത അത്ഭുതത്തിൻ്റെ അപ്പത്തെക്കുറിച്ചല്ല പറയണത്, കർത്താവിൻ്റെ ശരീരം തന്നെയായ പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് പറയണത്. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്, പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ അതാണ് വിഷയം. അതിൻ്റെ അടയാളമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അതിൻ്റെ നിത്യത ജീവൻ്റെ അടയാളമായിട്ടാണ്, അതാണ് അതിൻ്റെ അടയാളം. അതുകൊണ്ട് ഈശോ പറയണത് അടയാളങ്ങൾ, നിത്യജീവൻ്റെ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, ഇന്നലെ അപ്പം ഭക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. അപ്പം അത്ഭുതങ്ങൾക്ക് പുറകെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി വീട് ജോലി, വിവാഹം, കിണറിലെ വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു പട്ടിക ഉണ്ടാക്കി ഈശോൻ്റെ കൂടെ പോയാൽ അധികകാലം പോകാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കർത്താവ് പറയും, പുറകിൽ പോകാൻ പറയും, മുമ്പിൽ കയറി നിൽക്കണ്ട, പുറകിൽ പോകാൻ പറയും. നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. 10 ദിവസത്തോട് പറഞ്ഞില്ലേ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. മത്തായി 16:23. മത്തായി 16:23. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ എന്റെ മുമ്പിൽ നിന്ന് പോകൂ, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഇത് വിഷയമായത് അടിക്കടി അനുഭവങ്ങളും അതിശയങ്ങളും മാത്രം ലാക്കാക്കിക്കൊണ്ട് യേശുവിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ 10 ദിവസം വിളിച്ച വിളി നിന്നെയും വിളിക്കും. ചെകുത്താനെ വണ്ടി വിട്ടേക്കാൻ പറയും. അതാ വിഷയം. നിസ്സാരമല്ല വിഷയം. നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ
പിന്നീട് ക്രിസ്തു ആരാണെന്ന് നമ്മൾ അറിയേണ്ടി വരും. നമ്മൾ പട്ടി ചാകണ പോലെ ചാകാതിരിക്കാൻ വേണ്ടിയാണ് അവൻ നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് നമ്മുടെ വില കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള വരം നൽകിയെന്ന് പറയും അവൻ്റെ നാമത്തെ വിശ്വസിക്കുമ്പോൾ. അപ്പോൾ എന്താ വിഷയം എന്ന് പറയണത്? നിത്യജീവനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ബുദ്ധിയുള്ളവർ ക്രിസ്തുവിനെ അന്വേഷിക്കാൻ. അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പുറകിൽ പോകേണ്ടി വരും. സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറയും. എന്താണ് സാത്താനെ നീ എനിക്ക് പ്രതിബന്ധമാണെന്ന് പറയും. അപ്പോൾ എന്താ വിഷയം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോഴും രണ്ട് കാര്യങ്ങളുണ്ടാവും. എന്താണ്? അമ്മയോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപതനാകേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയത്തില്ലേ? ഇപ്പോഴെന്താ പത്രോസിനോട് പറയണത്? നീ മാനുഷിക കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈശോയ്ക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഈശോയുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മാനുഷിക കാര്യങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവിക കാര്യങ്ങളും അന്വേഷിക്കണം. അപ്പോൾ അത് ഇതിൻ്റെ അകത്തൊരു താക്കോലാണ്, രഹസ്യമാണത്. ശരിക്കും പറഞ്ഞാൽ ഈ മാനുഷിക കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ക്രിസ്തുവിലൂടെ ദൈവിക കാര്യങ്ങളും അന്വേഷിക്കണം. മരിക്കാതിരിക്കാൻ, നിത്യതയോളം ജീവിക്കാൻ അകപ്പാട് നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വചനത്തിലും സാക്ഷിയായി ജീവിച്ചുകൊണ്ട് അവൻ നേടിയെടുത്ത അനുഗ്രഹത്തിന് പകരം അവൻ നേടിയെടുത്ത കൃപയുടെ പങ്കാളികളാകാൻ വേണ്ടിയുള്ള ബോധപൂർവമായ സാക്ഷ്യ ശുശ്രൂഷ ചെയ്യണം. സാക്ഷ്യം അവിടെയാണ് വരേണ്ടത്. സാക്ഷ്യ ജീവിതം. സാക്ഷ്യ ജീവിതത്തിലൂടെയാണ് നമ്മൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം ലഭിക്കും. ദൈവം നമ്മോട് സംസാരിക്കും. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? ദൈവത്തിന് രണ്ട് തരം നമുക്ക്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളോട്, അറിവുമുണ്ട്, പിന്നെന്താണ്? ജ്ഞാനവും ഉണ്ട്. അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കേൾക്കുന്നത് അനുഗ്രഹത്തിൻ്റെ വഴികൾ, ലളിതമായിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് അനുഗ്രഹാധിഷ്ഠിത ആധ്യാത്മികത. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. 6 മാസം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, യോ അത് ഞാൻ പ്രാർത്ഥിച്ച കൊണ്ട് മാത്രമായിരിക്കത്തില്ല, എൻ്റെ പഴയ സർട്ടിഫിക്കറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല മാർക്കാണ്, എൻ്റെ മാർക്ക് കൊണ്ട് കൂടിയായിരിക്കും ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടിയെന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹ തൊഴിലാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് ഇവർക്ക് ഈ വിശ്വാസം നിൽക്കത്തുള്ളൂ. അതെപ്പോഴും ഈ അനുഗ്രഹ തൊഴിലാളി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പറയുന്ന സാക്ഷ്യവും അതിൻ്റെ അനുഭവവും കുറച്ച് കഴിയുമ്പോൾ സാത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന് എടുത്തു കളയും. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾക്ക് വേറെ കള കൊണ്ടൊന്ന് വിതക്കും. നിങ്ങൾ പറയും, ഓ അതിപ്പോൾ അത് ലോൺ കിട്ടുകയല്ലേ, അത് വീട് കിട്ടിയല്ലേ, അത് നാട്ടുകാർക്ക് എല്ലാം കിട്ടിയല്ലോ, അതിപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ട് തന്നെ കിട്ടിയ ആവണം നിർബന്ധമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കളകൾ വളരാൻ തുടങ്ങും. തെറ്റായ ബോധ്യങ്ങൾ. ഇപ്പം നീ കാലെ പിടിച്ച് കരഞ്ഞ് കർത്താവെ നീ എന്നെ സഹായിച്ചാലും ഞാൻ ചത്ത് കളയും കെട്ടി ദുഃഖമൊക്കെ പറഞ്ഞുകൊണ്ട് കന്നേ കാളെ നിലവിളിച്ചാണ് ഈ അനുഗ്രഹം ഒപ്പിച്ചെടുത്തതെങ്കിലും 6 മാസം കഴിയുമ്പോൾ നീ നിൻ്റെ തനി നിറം കാണിക്കും. എന്താ കാര്യം? 6 മാസം കഴിയുമ്പോൾ നിൻ്റെ വിശ്വാസം വിട്ടുപോകില്ല. ജനങ്ങളെ മറ്റുള്ളവർ ഉപദ്രവിക്കാതിരുന്നതിൻ്റെ കാരണം എന്താ? 12:48 എന്താ പറയണത്? കളകൾ വിതക്കപ്പെടാൻ വേണ്ടി ശത്രു കയറാതിരുന്നതിൻ്റെ കാര്യം എന്താണ്? കർത്താവിനെ വിട്ടുപിരിയാതെ നിന്നുകൊണ്ടാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റീഷ്ണ. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 19 ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എൻ്റെ ഫ്രണ്ടിലൂടെയാണ്. അവൾ ആദ്യമായി സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഫ്രണ്ടായിരുന്നു, അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളായിട്ട് അവർ വേറെ ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു. കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾക്ക് അമ്മ മാതാവ് ഞങ്ങളെക്കുറിച്ച് സ്വപ്നം കാണിച്ചു. അങ്ങനെയാണ് ഇവിടെ വരാൻ സാഹചര്യം ഉണ്ടായത്. ഇത് ഹസ്ബൻഡ് അവിടെ ഒരു ഫിനാൻസ്, ഷാജിത്ത് എന്നാണ് പേര്, ഫിനാൻസ് കമ്പനി നടത്തുമായിരുന്നു പാർട്ട്ണർഷിപ്പുമായിട്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കൊറോണ വന്നതിന് ശേഷം
ബുദ്ധിമുട്ടുള്ള ആ സമയത്തായിരുന്നു അവൾ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നാട് വിട്ട് പോകണമെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് അവൾ വിളിച്ചു പറഞ്ഞു, ദൂരെ എവിടെയോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. മാതാവ് അവളെ ഹസ്ബൻഡിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് തന്ന അവളാണ്. വരാനുള്ള പൈസയെല്ലാം തന്ന് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചതും അവൾ തന്നെയാണ്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. മാതാവിനും തിരുവുമാരും ഒരായിരം നന്ദി. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഭാര്യ പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്, അതായത് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതുപോലെ തന്നെ അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങളെ വിളിച്ച് അവർക്കും സംശയമായിരുന്നു ഞങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയായിരുന്നു. സാമ്പത്തികമായി തകർന്നപ്പം 25 വർഷത്തെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ആ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നത്തെ നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്നെക്കൊണ്ടത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റുകൾ എനിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന അവസ്ഥകളായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ടുള്ള എൻ്റെ ഭാവിയെക്കുറിച്ചും എനിക്ക് ചിന്തിക്കുമ്പം ഒരു ഉത്തരവും കിട്ടുന്നില്ല. എങ്ങനെ ബാധ്യതകൾ തീർക്കും, എനിക്ക് കൊടുക്കാനുള്ളവരുടെ കുറേ പൈസകൾ ഞങ്ങൾക്ക് ബാധ്യതകളുണ്ടായിരുന്നു. അവരോട് എന്ത് ആൻസർ പറയുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു. ആ സമയത്തായിരുന്നു മാതാവിനെക്കുറിച്ച് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പറയുന്നതും അവർക്ക് സ്വപ്നത്തിൽ എൻ്റെ അവസ്ഥ കാണുന്നതും അവർ മാതാവിനെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ട് അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് ഞങ്ങളിവിടെ വന്നു. ആദ്യമേ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷങ്ങളിൽ ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു തുടങ്ങി. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാലയ്ക്ക് ശേഷം എനിക്ക് ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ വരാറുണ്ടായിരുന്നു. ആ എമൗണ്ട് ഒരു രീതിയിലും കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം തന്ന് അനുഗ്രഹിച്ചു. ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി സംസാരിച്ചു. എങ്ങനെയാണെന്നറിയില്ല, ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഒരിക്കലും ഒരു കസ്റ്റമറോട് പെരുമാറുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ള ഒരു സമീപനം. ഇത്രയും ഹൃദ്യമായിട്ടും എൻ്റെ കാര്യത്തിൽ അവർ പേഴ്സണലായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് ഹയർ അതോറിറ്റിക്ക് സംസാരിക്കുകയും എനിക്ക് കിട്ടാൻ ഒരു രീതിയിലും അത് കിട്ടാൻ പറ്റാത്തൊരു എമൗണ്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് തോന്നിച്ചാന്നറിയില്ല, എന്നാലും ആ രീതിയിൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്രയും എമൗണ്ടുകൾ എനിക്ക് ഒരു 90% എമൗണ്ട് അതിൽ തിരിച്ചു കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു മിറാക്കിളായിരുന്നു അത്. അതിനുശേഷം എനിക്ക് സാമ്പത്തിക സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുവരെ കമ്പനിയുടെ 70% ഉത്തരവാദിത്വം എൻ്റെ തലയായിരുന്നതുകൊണ്ട് എൻ്റെ പാർട്ട്നേഴ്സ് ഒഴിവാക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. എന്നിരുന്നാലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് ഈ സ്ഥാപനം നടത്തി പോകാൻ താല്പര്യമില്ല, എൻ്റെ പാർട്ട്നേഴ്സ് അത് ഏറ്റെടുക്കട്ടെ. അങ്ങനെ ഇതും ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. അവരും എന്നെ അത് എത്രയും പെട്ടെന്ന് എന്നെ ലീഗലായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ എന്നെ ലീഗലായിട്ട് അവർ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കി തന്നു. ബാധ്യതകൾ ഇനിയും കുറച്ചുണ്ട്, ഞാൻ ഏറ്റെടുക്കുക, അത് കൊടുത്തു തീർക്കാൻ എനിക്ക് പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എന്നെ എത്തിച്ചതും മാതാവ് തന്നെയാണ്. ഇപ്പം കമ്പനിയിൽ നിന്ന് ലീഗലായി ഞാൻ ഒഴിവായി. ഇനി മറ്റു കാര്യങ്ങൾ മാത്രമേ കുറച്ച് ബാധ്യതകൾ മാത്രമേ ഉള്ളൂ, അതും തീർക്കാൻ പറ്റും. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും സംഭവിച്ചത്. ജീവിതത്തിൽ അതുപോലെ കൊച്ചു നിറയെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ചില അപകടങ്ങളിൽ നിന്നും പല പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെട്ടതും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം മദ്യപാനശീലം ഉണ്ടായിരുന്ന എന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മദ്യപാനശീലം ഒഴിവായി. ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു. ബാധ്യതകളുണ്ടെങ്കിലും വലിയൊരു ആ ടെൻഷൻ ഉണ്ടായിരുന്ന അനുഭവിച്ച ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒരു 90% ഇപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് ലീഗലായിട്ട് ഒഴിവാകാൻ പറ്റി. പക്ഷേ ഒരു 8 മാസക്കാലം ജോലിയൊന്നും ഇല്ലാതെ നടന്നിരുന്നു. ആ സമയത്ത് കമ്പനി തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ ഇപ്പോൾ ജോലിയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം അവിടെ ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം അവിടെയുള്ള പള്ളികളിലും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കുറേ പേരൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി പേര് വേണ്ടാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിലും ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല ഇതായി. അത് ഒത്തിരി പേര് സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദിക്കും അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് എല്ലാ വിധത്തിലും സാമ്പത്തികം അല്ലാത്ത രീതിയിലും ഞങ്ങൾ ആർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. അവിടെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അതല്ലാതെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ, അല്ലാത്ത വലിയ സെലിബ്രേഷനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വീട്ടിൽ. പിന്നെ വേറെ അവിടെ രോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളാൽ കഴിയുന്ന പൈസ കൊടുക്കും. ബർത്ത്ഡേ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാൽ സെലിബ്രേറ്റ് ചെയ്യാതെ അവിടെയൊക്കെയാണ് പോയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മോളുടെ ഹോൾ ടിക്കറ്റ്, മോൾ 10th പഠിക്കുന്നത്. അപ്പം മോളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ട്രെയിന് കിട്ടിയില്ല. അപ്പോൾ ബസ്സിന് ബുക്ക് ചെയ്തു. ബസ് ഇവിടെ എത്താൻ ഒത്തിരി ലേറ്റായി, 2 മണിക്കൂർ. 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. വരുന്ന വഴിക്കൊക്കെ ബസ്സിലിരുന്ന് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തി, എന്തോ ഭാഗ്യത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അച്ഛനെ ഇല്ല. പക്ഷേ ആ ഉച്ചയ്ക്ക് അച്ഛൻ പോകുന്നതിൻ്റെ 1:30 ആ സമയം വരത്തില്ല, ലാസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അച്ഛനെ കണ്ട് മോൾക്ക് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇവിടെ അച്ഛനെ കാണാൻ പറ്റി. ഹസ്ബൻഡിൻ്റെ ഫിനാൻസ് കമ്പനിയിലെ പ്രോബ്ലം വന്നപ്പോൾ അച്ഛനെ കാണാനും പറ്റി. സാധാരണ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, ഞാനാണ് ഉടമ്പടി എടുത്തത്, ഹസ്ബൻഡല്ല. അപ്പം ഭാര്യയുടെ ഉടമ്പടിയിൽ അങ്ങനെ നടക്കില്ല. ഒത്തിരി അസുഖമുള്ളവർക്ക്, ക്യാൻസർ പേഷ്യൻസിന്, അവർക്കൊക്കെയാണ് അച്ഛനെ കാണാനുള്ള, ഭാര്യയുടെ ഉടമ്പടിയിൽ ഭർത്താവിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ വന്ന് എഴുതി കൊടുത്തു. അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ടോക്കൺ കിട്ടി. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനെ കാണാൻ പറ്റി. വിഷമങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ കാശ് രൂപം കൊടുത്തു. അത് വെച്ചിട്ടാണ് ഇൻകം ടാക്സ് കമ്പനി അവിടെ ഓഫീസറെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ആ പൈസ തിരിച്ചു കിട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം എനിക്ക് ഫ്രണ്ട് ലിജിയാണ് ഇവിടെ വരാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയെന്ന് പറഞ്ഞു. അവൾ തന്നെ എനിക്ക് ജപമാല കൊണ്ടുതന്ന്, ബൈബിള് കൊണ്ടുതന്നായിരുന്നു. അപ്പോൾ ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. എപ്പോഴും എവിടെയെങ്കിലും പോയി, അങ്ങനെ പുറത്തൊക്കെ പോയി ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെയും ഉറങ്ങുന്നതിന് മുമ്പേ ജപമാല ചൊല്ലി ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് കിടക്കാറുള്ളൂ. ബൈബിൾ വായിക്കാൻ ഇൻ കേസ് ബൈബിൾ കൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോണിലെങ്കിലും ബൈബിൾ വേർഡ്സ് വായിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന്, ചെറുതോ വലുതുമായിട്ടുള്ള ഇനിയും ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. എൻ്റെ പേര് അഖില. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ മാർച്ച് 2024 3-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഇതിൻ്റെ 2ാമത്തെ അൾത്താരയിൽ നിന്നുള്ള ഉടമ്പടി സാക്ഷിയാണ്. ഇതെൻ്റെ ഹസ്ബൻഡ് ലല്ലു ഫ്രാൻസിസ്. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവേൻ. തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവേൻ. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. സ്വർഗീയ അച്ചാച്ചനും ഈശോ ചേട്ടനും പരിശുദ്ധാത്മാവ് ചേട്ടനും അമ്മ മാതാവിനും സ്വർഗത്തിലെ എല്ലാ വിശുദ്ധ ചേട്ടന്മാർക്കും വിശുദ്ധ ചേച്ചിമാർക്കും നന്ദി പറയുന്നു. ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം എനിക്ക് ജോലി കിട്ടിയതിൻ്റെ പേരിലായിരുന്നു. എനിക്ക് 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഈശോ വലിയൊരു MNCയിൽ ഇൻഫോ പാർക്കിൽ ജോലി തന്ന് അനുഗ്രഹിച്ചത്.
അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ടെക്നോ പാർക്കിൽ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തിരുന്നത്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. 8 വർഷം ആ സെയിം കമ്പനിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി ഈശോൻ്റെ അടുത്ത് ഒരു മാറ്റം ഞങ്ങൾ ചോദിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മെറിറ്റ് ഒന്നുമില്ല, കിട്ടില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ അപ്ലിക്കേഷൻ വിളിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം വയ്ക്കണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ അത് കൂടെ വന്നപ്പോൾ ജപമാല റാലിക്ക് വന്നതിന് ശേഷം മാതാവിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം വയ്ക്കുള്ളൂ എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതിന് ജപമാല റാലിക്ക് ശേഷം ഞങ്ങൾ കറക്റ്റ് റാലി കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തുമ്പോൾ വീണ്ടും അവിടെ നിന്നൊരു ഫ്രണ്ട് വിളിച്ച് പറയണം എന്തായാലും റെസ്യൂമെ വെക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് അത് ഞങ്ങളെടുത്തു. ഞങ്ങൾ റെസ്യൂമെ വെച്ചു. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ആൾക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് 8 വർഷത്തിന് ശേഷമാണ് ഒരു ഇൻ്റർവ്യൂ ആൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അതായത് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷായിരുന്നു. അപ്പോൾ അത് നല്ല രീതിക്ക് വേണമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉടമ്പടി തൈലം നാവിൽ തേച്ച് തേനും ഉടമ്പടി ഉപ്പും എല്ലാം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഫേസ് ചെയ്തത്. ആദ്യത്തെ ഇൻ്റർവ്യൂ മാതാവിൻ്റെ ഈശോൻ്റെയും കൃപയാൽ സുഖകരമായി. ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പേഴ്സണൽ ലാപ്പിലാണ് വിർച്വലായിട്ട് ഇൻ്റർവ്യൂ ആയിരുന്നത്. അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒരു ഫങ്ഷനെ ബേസ് ചെയ്തിട്ട് എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ലാപ്ടോപ്പിൽ ആ ഫങ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് എന്തായാലും അപ്പിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു. അതെന്തായാലും ചോദിക്കുന്നുള്ളത് ഉറപ്പായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹത്തിന് ആ ക്വസ്റ്റ്യൻ മാത്രം ചോദിച്ചില്ല. ബാക്കി എല്ലാതും ഞങ്ങളുടെ എല്ലാം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് ഒരുവിധം നന്നായി മാതാവിൻ്റെ കൃപയാലും ഈശോൻ്റെ കൃപയാലും പങ്കെടുക്കാൻ പറ്റി. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിനുള്ള സെലക്ഷൻ കിട്ടിയെന്ന് മനസ്സിലായി. ഈശോയ്ക്ക് അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നില്ല, പുറത്തുനിന്നുള്ള ഇൻ്റർവ്യൂവേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഈശോൻ്റെ കൃപയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫേസ് ചെയ്യാനൊക്കെ. എങ്കിലും ആ ഉടമ്പടി തൈലം നാവിൽ തേച്ചോട് കൂടിയിട്ട് സുഖകരമായിട്ട് ആൾ ഇംഗ്ലീഷൊക്കെ നല്ല ഫ്ലുവൻസിയിൽ പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അവിടുത്തെ HR വിളിച്ച് പറഞ്ഞു ഇപ്പോൾ ഉള്ള കമ്പനിയിൽ റെസിഗ്നേഷൻ ലെറ്റർ ഇടാം, ഇന്ന് ഉച്ചയോടുകൂടി വരും, അപ്പോൾ നിങ്ങൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എത്രയും സന്തോഷത്തിൽ ഈശോനും മാതാവിനും നന്ദി പറഞ്ഞു. അങ്ങനെ ഉച്ച തീരുമ്പോൾ വീണ്ടും അവർ വിളിച്ച് പറഞ്ഞു റെസിഗ്നേഷൻ ഇടാൻ വരട്ടെ, ഒരു റൗണ്ടും കൂടി ഉണ്ട്. അതായത് ഞങ്ങളൊരു UK ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ റെസ്യൂമെ അവിടുത്തെ ക്ലയൻസിനും വെരിഫൈ ചെയ്തതിന് ശേഷമാണ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടോടുകൂടി ഭയങ്കര വിഷമമായി. 2-3 ആഴ്ച ഇങ്ങനെ ഹോൾഡിൽ തന്നെ തുടർന്നു. അപ്പോൾ ഞങ്ങൾ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചു. അതിൻ്റെ കൃപയാൽ 3 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ നിന്ന് നമുക്ക് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചിയിലേക്ക് മാറണം എന്നുള്ളത് അതിയായ ആഗ്രഹമായിരുന്നു. അത് മാത്രം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാതാവ് ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം കമ്പനിയിൽ തന്നെ ചേട്ടനെ ജോലി തന്ന് അനുഗ്രഹിച്ചു. ഇത്രയും പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അനുഗ്രഹങ്ങൾ എൻ്റെ അച്ചാച്ചനും ചേച്ചിക്കൊക്കെ കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരില്ലാത്തതുകൊണ്ട് ഞാനത് പറയണില്ല. പിന്നെ എല്ലാറ്റിനും ഉപരി ഈശോയിലേക്ക് അടുക്കുവാനും നല്ലൊരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾ ഇന്നും വിശുദ്ധ കുർബാനയ്ക്ക് പോവും. ഞങ്ങൾ 11 മണിയാവും ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞെത്തുമ്പോൾ രാത്രി. എങ്കിലും 5:30 എണീറ്റ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി അത് ഷെയർ ചെയ്ത് അതിനുശേഷം ഇന്നും കുർബാനയ്ക്ക് പോവും. പിന്നെ ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന ഒരുമിച്ചിട്ടുള്ളത് ചെല്ലാൻ ബുദ്ധിമുട്ടായിരുന്നു. 11 മണിക്ക് വരുന്നത് കൊണ്ട് അപ്പം ഞങ്ങൾ ഇന്നും രാവിലെ കുടുംബ പ്രാർത്ഥന ചെല്ലും. അതിനുശേഷം ബൈബിള് വായിക്കും. അതിന് കൃത്യമായിട്ട് ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിവർത്തിച്ചു പോന്നു. അതിനുശേഷം കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിരുന്നത് കുഞ്ഞു പിള്ളേരെയും അതുപോലെ വയസ്സായ ആൾക്കാരെയും നോക്കുന്ന അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ എറണാകുളത്താണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യും. പിന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വിളിച്ച് ചോദിക്കും എന്താ ആവശ്യമെന്ന്. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ അവർക്ക് കൊടുക്കും. പിന്നെ പത്രപ്രേക്ഷിത പ്രവർത്തനം ഞാൻ വീട്ടിൽ നിന്ന് കൊന്തെത്തിച്ച് ഞാൻ നടക്കും.
വഴിയിൽ മാതാവിനോട് ചോദിക്കും മാർക്കൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കൺഫർമേഷൻ ഉള്ളെന്ന് കിട്ടും. അങ്ങനെയുള്ളവർക്ക് ഈശോനെയും മാതാവിനും ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അതുപോലെ എൻ്റെ അച്ചാച്ചന് വലിയൊരു രോഗസൗഖ്യം കിട്ടിയായിരുന്നു. അതും പിന്നെ എൻ്റെ ജോലി എല്ലാം പറഞ്ഞിട്ട് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കും. അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് ജപമാല എത്തിച്ചിട്ട് പോയിട്ടാണ് മിക്കതും പത്രം കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തു പോന്നിരുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു.